Oh my God! Ram! It's dangerous! Don't move, please! अरे आगे मत जाना! Oh, just missed. Shut your mouth. अंदर मत जाना राम, it's poisonous. Ram! Ram! We are going back! Come with us, please! राम, हम लोग वापस जा रहे हैं. Ram! राम! Ram! राम! Ram! Ram! Ram!
Shweta, my luck. I got it. I just got the approval now. Shweta, what happened? Are you in mad sleep? ഞാൻ പറഞ്ഞിരുന്നില്ലേ, my dream work for ABC channel, Tandra, the South Indian mystery. കിരൺ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ദുസ്വപ്നങ്ങൾ എന്നെ വിട്ടുമാറാതെ പിടികൂടുകയാണ്. ഇന്നും ഞാൻ കണ്ടു എന്റെ അഭയ്. അവൻ എന്നിൽ നിന്നും bad dream. ഡർന മത് ശ്വേത, take it silly. അതല്ല കിരൺ, നിനക്കറിയോ, അഭയനെ കാണാതായിട്ട് ഇന്ന് 3 വർഷം തികയുന്ന ദിവസം. ബട്ട് ശ്വേത, എന്റെ അസൈൻമെന്റും നിന്റെ ഈ ദുസ്വപ്നവും, this is not mere a coincidence. ഇതൊരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നു. There is something. എനിക്ക് പ്രതീക്ഷയുണ്ട് ശ്വേത. താന്ത്രികനായ സൂര്യധർമ്മന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. Sure. But Kiran, I don't believe in tantra mantra, such black magics. You have to believe first. ഇത് സാധ്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സൂര്യധർമ്മന്റെ കഴിവുകളെ കുറിച്ച് എനിക്കറിയാം. So I said, നീ തയ്യാറായിക്കോളൂ. We are going to Kerala, our homeland. ഏലപ്പുല ഏലോ, ഏലപ്പുല ഏലോ, ഏലപ്പുല ഏലോ, ഏലപ്പുല ഏലോ. ഏലപ്പുല ഏലോ, ഏലപ്പുല ഏലോ, ഏലപ്പുല ഏലോ, ഏലപ്പുല ഏലോ. You people just sit inside until we get the okay signal. Shweta, you come with me. Da, ഞാൻ വരണോ? जाना? ഞാൻ अरे तू जाना अपनी दोस्त के साथ. എന്താ വേണ്ടേ? ഞങ്ങൾ സൂര്യധർമ്മനെ കാണാൻ വന്നതാണ്. നിർത്ത, ആ പേര് പോലും പറയണ്ട ഇവിടെ. അയാൾ ഇവിടെ ജനിച്ചു എന്ന ഒറ്റ കുറ്റത്തിന് ശാപം പേറുന്നവരെ ഈ ഇല്ലത്തുള്ളവര്.
അവൻ ചെയ്യുന്ന നീച കർമ്മങ്ങൾക്ക് ബലിയാവണത് മുഴുവനും ഈ ഇല്ലത്തുള്ളവർ തന്നെയാ, അറിയോ? എത്ര ദുർമരണങ്ങൾ എന്റെ മോനും. അല്ല, ഈ സൂര്യധർമ്മനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ? പടിയിറക്കി പിണ്ടവും വെച്ചു. ഇപ്പൊ ഏതോ ചുടലപ്പറമ്പിലാണെന്നാ കേക്കണേ. ഒരു യക്ഷിന്റെ ഇത്ര കൂട്ടിന് ഈ നാട് നശിപ്പിക്കാൻ. നാശ കൊതിക്കണേച്ചാ പൊക്കോളൂ. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. വേണ്ട, ഞങ്ങൾ തിരിച്ചു പോവാ. ആ കുട്ടിയുടെ ഇഷ്ടം. അല്ല തമ്പുരാട്ടി, ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരികയാണ്. ഈ മന ഞങ്ങളൊന്ന് ക്യാമറയിൽ പകർത്തിക്കോട്ടെ? എനിക്ക് കേക്കണ്ട. ശ്വാസം പോണവരെ അതിന് സമ്മതിക്കില്ല. ക്യാമറന്ന് കേട്ട കലി ഇളകും. വേഗം പൊക്കോളൂ. ഇല്ലാച്ച ഇവിടെ നിക്കണത് തന്നെ അനിഷ്ടാവും. ആ പടി അങ്ങോട്ട് അടച്ചോളൂ. സീക്കിരൺ, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഇത് വേണ്ടാന്ന്, നമുക്ക് തിരിച്ചു പോകാന്ന്. എനിക്കിവിടെ പേടിയാവുന്നു. ഇപ്പൊ തന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ. പ്ലീസ്. At last we reached. हाँ, आप लोग यही रहना, मैं देख के आता हूँ. ठीक है. എന്ത് സ്വാമിയുടെ അനുവാദം കൂടാ ഫോട്ടോ എടുത്തുകൂടാ? ഞങ്ങൾക്ക് സൂര്യധർമ്മനെ ഒന്ന് കാണണം. നടക്കില്ല. സ്വാമിക്ക് ടി വിക്കാരെയും പത്രക്കാരെയും കാണുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് പോകാം. അല്ല, ഞങ്ങൾ പത്രക്കാരെ ഷൂട്ട് ചെയ്യാൻ വന്നവരല്ല. ബോംബെയിൽ നിന്ന് ഇവിടെ വരെ വന്നത് ഈ കുട്ടിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അകത്തോട്ട് വരാം. താങ്ക്സ്. സോറി മൈക്ക്, I have to take a tactics now. So you and Raj have to go back. Oh, bloody Dharmaji. I will contact you later. Okay. You proceed. Bye. 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 താങ്കളുടെ പേരെന്താണോ? മായൻ. ശ്വേത, come. Come on here. ഈ സൂര്യധർമ്മനെ ഒന്ന് കാണാൻ പറ്റുമോ? സ്വാമി ഇപ്പോ ഹോമത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഓം ഹ്രീം ക്ലീം ഓം ഹ്രീം ക്ലീം മഹാകാളീ നമഃ. ഓം രക്താംഗീം രക്തവസ്ത്രം കരിവര വിലസൽ. ഓം രക്താംഗീം രക്തവസ്ത്രം കരിവര വിലസൽ കുണ്ടലം. രക്താംഗീം രക്തവസ്ത്രം കരിവര വിലസൽ. ഓം രക്താംഗീം രക്തവസ്ത്രം. ഓം ശിശുശശിമകുണ്ടം ഭവേ.
സ്വാമി ഇവരാണ് ബോംബെന്ന് വന്നത്. പേര് ശ്വേത. സഹോദര ദുഃഖം അല്ലേ? അതെ. മനസ്സിന്റെ അഴിയാത്ത സമസ്യകൾ. എന്റെ സഹോദരൻ അഭയ് വർഷം 3 കഴിഞ്ഞു. എവിടെയാണെന്ന് അറിയില്ല. ഓം ഹ്രീ ഓം മഹാകാളി നമഃ. ഓം മഹാകാളി. വിധി ശുഭസൂചകമാണ്. ഇതാ സമയം. പ്രശ്നവിധി നാളെയാണ്. ധർമാജി, എന്റെ പേര് കിരൺ വർമ്മ. ഞാൻ വന്നത് അറിയാം. ധന്യതേ വിസ്താരയതേ ജ്ഞാനം അനേന ഇതി തന്ത്രം. മിസ്റ്റർ കിരൺ, വിജ്ഞാനം വ്യാപിപ്പിക്കാനുള്ള മാർഗമാണ് തന്ത്ര. ഇറ്റ്സ് എ സ്പിരിച്വൽ ജേർണി. ആ യാത്രയുടെ അന്ത്യം സമാധി, വിച്ച് എക്സ്പീരിയൻസസ് ബ്ലിസ് ആൻഡ് എൻലൈറ്റ്മെന്റ്. സോ ഞാൻ ആ യാത്രയിലാണ്. അന്ത്യം കാണാതെ ഈ ലോകത്തോട് ഞാൻ എന്തു പറയാൻ? കിരൺ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാം. മായൻ, ഇവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. വാ. മേല നിങ്ങളുടെ മുറി സൂക്ഷിക്കണം. 400 വർഷം പഴക്കമുള്ള മനയാ. മൈ ഗോഡ്. ആരാണാവോ പുതിയ അതിഥികൾ? സ്വാമിയെ തേടി ദൂരെ നിന്നും വന്നവരാ. കണ്ടിട്ട് പരിഷ്കാരികളാണെന്നാ തോന്നുന്നത്. ആശ്രമത്തിന് പറ്റിയ വേഷം. ഞാൻ സമ്മതിച്ചുല്ലോ. സ്വാമിയുടെ ഫസ്റ്റ് പെർഫോമൻസ് ഓക്കെ. ബട്ട് എന്നാലും ഒരു ബട്ട്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ ഒരു കൂടപ്പറപ്പാ. എല്ലാത്തിലും ഒരു സംശയം. ശരി, നീ ബെറ്റിനുണ്ടോ? എന്ത് ബെറ്റ്? നാളെ സൂര്യധർമ്മൻ പ്രവചിക്കുന്നത് കൃത്യമാണെങ്കിൽ എന്റെ വർക്ക് തീരും വരെ എന്നോടൊപ്പം ഈ ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളാമെന്ന്. ഒരിക്കലുമില്ല. എന്റെ അനിയനെ കുറിച്ച് അറിയാൻ കഴിയുന്ന ആ നിമിഷം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും. അതുകൊണ്ട് തീർന്നില്ലല്ലോ. സ്വാമി കണ്ടെത്തിയ മനസ്സിന്റെ അഴിയാത്ത സമസ്യകൾ, ദ ബാഡ് ഡ്രീംസ്. കിരൺ, നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ? മനയും കാവും കുളപ്പടവുകളും എല്ലാം ഇവിടെ അതേ രൂപത്തിൽ. കാഴ്ചയിൽ തന്നെ അതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഐ ആം റിയലി കൺഫ്യൂസ്ഡ്. നത്തിങ്. നീ വീണ്ടും വട്ടടിപ്പിക്കല്ലേ. ബോംബെയിൽ ഇരുന്ന് നീ ഇവിടുത്തെ കുളവും കാവും കാണുകയല്ലേ? റാബിഷ്. അല്ല കിരൺ, റിയലി എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ. ഇറ്റ്സ് ഹൊറിബിൾ. ഇവിടെ ശ്മശാനത്തിനടുത്ത് ഒരു രാത്രി കിടക്കാന്നൊക്കെ പറഞ്ഞാ എനിക്ക് പേടിയാവുന്നു. ധൈര്യവാനായ കിരൺ വർമ്മ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പേടി? അവനെ കെട്ടിപ്പിടിച്ച് കിടക്ക്. എനിക്ക് തമാശ അത്ര ഇഷ്ടമല്ല കേട്ടോ. അലഞ്ഞു തിരിയുന്ന ആത്മാവ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നൊരു കാര്യം, ഈ ആശ്രമത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. രാത്രി കാലങ്ങളിൽ ജനലും വാതിലുകളൊന്നും തുറക്കരുത്. പ്രത്യേകിച്ച് ഈ ജനൽ. ഇതിലെ നോക്കിയാ ആത്മശില കാണാം. അലഞ്ഞു നടക്കുന്ന ആത്മാക്കളെ ബന്ധിച്ചിരിക്കുന്ന ശിലയാ. അത് അപകടകാരിയാ. അതുപോലെ രാത്രി സമയത്ത് പുറത്തിറങ്ങി നടക്കരുത്. ഇത് കണ്ടോ? ഇതാണ് രക്ഷാചരട്. ഇത് കെട്ടിയ ബാധ ഉണ്ടാവില്ല. അതുവരെ സൂക്ഷിക്കുക. കാട്ടുമാക്കാൻ ആളെ പേടിപ്പിക്കാൻ വന്നതാ. നമ്മൾ വന്ന അത്ര സുഖിച്ചിട്ടില്ല മൂപ്പർക്ക്. അവൻ്റെ ഒരു ഗതികിട്ട പ്രേതം, മണ്ണാൻ കട്ട, ദ ബ്ലഡി ബീസ്റ്റ്. നീ പോയി ഉറങ്ങാൻ നോക്ക്. ഗോ.
ശ്വേത ശ്വേത ഏയ് വാട്ട് ഹാപ്പൻ? ഞാൻ പറഞ്ഞതല്ലേ, ആവശ്യമില്ലാത്ത ചിന്തകളാ. നോ, ഞാൻ കണ്ടതാ കിരൺ. എന്നെ ആരോ തൊട്ടു. ദാ, ആ വഴിയെ. ഏയ് അവിടെ ആരുമില്ല. നീ വെറുതെ എല്ലാം മനസ്സിലിട്ട് കിടന്നിട്ടാ. ഇനി ശരിക്കും ഉറക്കം വന്നിട്ട് കിടന്നാ മതി. ഏതെങ്കിലും ബുക്ക് എടുത്ത് വായിച്ചോളൂ. ഞാനിവിടെ ഉറങ്ങാതിരുന്നോളാം. പോരെ? ഓം മഹാകാളി നമഃ. ഓം മഹാകാളി നമഃ. ഓം ഘോരവൈശ്യവൃന്ദം ഘോരം ഘോരാട്ടഹാസം കരകലിത കപോല അഗ്രശത്രിനത്രം ഒരേ ഭദ്രകാളി. കടൽ കടന്ന് മരുഭൂമിയിലൂടെ ജയിലഴി. അഭയ് അവനെ ആരോ ചതിച്ചതാണ്. അവനിൽ ജീവന്റെ തുടിപ്പുകൾ നാം കാണുന്നു. മണലാരണ്യങ്ങളുടെ നാട്ടിൽ ഏതോ അഴികൾക്കുള്ളിൽ ആരാണ് ചതിച്ചതെന്ന്? സൂക്ഷ്മ ശരീരമാണ്, ദൃശ്യമല്ല. അവനെ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും? അവൻ തിരിച്ചു വരും. ഭാദ്രപദത്തിന്റെ 2-ാം പാദത്തിൽ സ്വന്തം ഭവനത്തിൽ അവൻ തിരിച്ചെത്തുമെന്നാണ് വിധി. അങ്ങ് പറഞ്ഞതെല്ലാം കൃത്യമാണ്. ഈ പ്രവചനവും ശരിയാകണേ എന്നാണ് എന്റെ പ്രാർത്ഥന. പുരുഷാർത്ഥജ്ഞാനമിതം ഗുഹ്യം പരമർഷിണ സമാഖ്യാതം. പരമരഹസ്യമായ ജ്ഞാനമെന്നൊന്നുണ്ട്. അപ്പോ നാം വായിച്ചറിയുന്നത് മാത്രമല്ല വിശ്വസിക്കേണ്ടത്. തന്ത്ര, ഇറ്റ്സ് എ സീക്രട്ട് ഡോക്ട്രിൻ. അതൊരു ഗുപ്തവിദ്യയാണ്. യു കാൺട്ട് ലേൺ ഇറ്റ് ഫ്രം ദ സ്റ്റഡി ഓഫ് ബുക്സ്. ശുദ്ധി, സ്നേഹം, വിശ്വാസം, അർപ്പണം എന്നീ സാധനയിലൂടെ ഗുരുമുഖത്തു നിന്നും ലഭിച്ചതാണ് ഈ അറിവ്. ഞാനല്ല, ദേവീ ശക്തിയാണ് എനിക്ക് ഈ അറിവ് പകർന്നു തരുന്നത്. ഞാനൊരു മീഡിയമായി മാറുന്നു എന്ന് മാത്രം. കിരൺ, നീ അടുത്തറിയുന്നില്ലേ സത്യം? ഇത് തന്ത്രവിദ്യയുടെ ആദ്യാക്ഷരം മാത്രം. താന്ത്രിക ലോകം അത് അനന്തമാണ്. ഇറ്റ്സ് ഇൻഫിനിറ്റ്. അദമ്യമായ അഭിനിവേശമുണ്ടെങ്കിൽ നിനക്കും ഈ വിദ്യ ഹൃദിസ്ഥമാക്കാം. നിന്നിൽ നല്ലൊരു ശിഷ്യനെ നാം കാണും. ബട്ട് ദ ഡിസിഷൻ ഈസ് അപ് ടു യു. ഇറ്റ്സ് റിയലി അമേസിംഗ്. സൂര്യധർമ്മന്റെ കഴിവ് അപാരം തന്നെ. സോ മിസ് ശ്വേതാമുഖി ഒരാഴ്ച കൂടി നിൽക്കുന്നു എന്നെ സഹായിക്കാൻ. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് തിരിച്ചു പോകും. നോ ചാൻസ്. അത് നടപ്പില്ല മോനെ. ഒരു ശിഷ്യനായി കൂടെ നിന്ന് പഠിച്ച് ഡോക്യുമെന്ററി ചെയ്യുക എന്നാണല്ലോ നിന്റെ ടാറ്റിക്സ്. അപ്പോഴേക്കും നീ ഒരു വൃദ്ധ സന്യാസിയായി കഴിഞ്ഞിരിക്കും. ഫൂളിഷ്നെസ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ എന്റെ കൂടെ പോരാൻ നോക്ക്. യു സെൽഫിഷ്. സ്വന്തം കാര്യം കഴിഞ്ഞപ്പോ ഐ ആം വേസ്റ്റ്. നോ, യുവർ ഡിസിഷൻ ഇസ് വേസ്റ്റ്. കിരൺ, ഞാൻ വഴക്കിനില്ല. ഐ ആം ടു മച്ച് ത്രിൽഡ് നൗ. ഈ സന്തോഷ വാർത്ത അച്ഛനും അമ്മയുമായി പങ്കുവെക്കണം. എനിക്കിപ്പോ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. സൂര്യധർമ്മന്റെ പ്രവചനം പാലിക്കണം. ഇപ്പോഴും പൂർണ്ണമായ വിശ്വാസമില്ല. അതെങ്ങനെ? താന്ത്രികർ, തേർഡ് റേറ്റ് ബ്ലാക്ക് മജീഷ്യൻസ്, ഡേഞ്ചറസ് ക്രാക്സ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു കണ്ടെത്തലുകൾ. സോറി, ഗുരുവിനെ പറ്റി പറഞ്ഞത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. യെസ്, ഹീസ് മൈ ഗുരു. ഞാനത് തീരുമാനിച്ചു. അറ്റ് എനി കോസ്റ്റ് ഞാൻ ഈ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി നിന്ന് തന്ത്രവിദ്യ പഠിച്ച് ഐ വിൽ കംപ്ലീറ്റ് മൈ ഡ്രീം പ്രോജക്റ്റ്. ഞാൻ ക്രൂ മെമ്പേഴ്സിന് മെസ്സേജ് നൽകി കഴിഞ്ഞു. മിസ് ശ്വേതാമുഖിയെ ഞാൻ അതിൻ്റെ ടെലികാസ്റ്റ് കാണാൻ ക്ഷണിക്കാം. സോറിഡാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ സമ്മതിക്കണം പ്ലീസ്. ഞാൻ നാളെ പോയിക്കോട്ടെ? ആസ് യു ലൈക്ക്. ഞാൻ വരാം.
ഏറിയൽ 2 weeks. താങ്ക്സ്. എന്തു പറ്റി? കം ഫാസ്റ്റ്. ഇനി അരമണിക്കൂർ നടന്നാലേ റോഡിലെത്തൂ. പ്ലീസ്. ഓഹോ, അപ്പൊ എന്നെ പറഞ്ഞയച്ചിട്ട് വേണം നിനക്ക് അവളെ സ്വന്തമാക്കാൻ. ഞാൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ശ്വേത, what happened? നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞാൻ ആരെ സ്വന്തമാക്കുന്ന നീ? നിനക്കൊന്നും അറിയില്ലല്ലേ, ഞാൻ പണ്ടേ മോഹിച്ചത് അവളെ. നീ ഒഴിഞ്ഞു തന്നെ, അല്ലെങ്കിൽ What foolish are you talking? I don't like this drama. നീയാണോ ഡ്രാമ കളിക്കുന്നത്? നിന്നെ ഞാൻ കൊല്ലും. ശ്വേത, വിട്. ശ്വേത, leave me. ശ്വേത, ശ്വേത, hey, ശ്വേത, hey, no, no, ശ്വേത. ശ്വേത, വിചിത്രമെന്ന് തോന്നുന്നുവല്ലേ? എന്നാൽ മോഡേൺ സയൻസിന് സാധിക്കാത്തത് ഇവിടെ വേദവതിക്ക് കഴിയുന്നു. ഷീസ് എ മീഡിയം. അവൾ ശ്വേതയിൽ പ്രവേശിച്ചിരിക്കുന്ന ആത്മാവായി സംസാരിക്കുന്നു. ഇതും താന്ത്രിക വിദ്യയുടെ മർമ്മങ്ങളിൽ ഒന്ന് മാത്രം. ആത്മാവിന്റെ ശബ്ദം ഗ്രഹിച്ചെടുക്കലാണ് രണ്ടാമത്തെ ഘട്ടം. ഐ ആം ദ ട്രാൻസ്ലേറ്റർ. ഉള്ളടക്കം പാലിക്കേണ്ട കർമ്മമാണിത്. കാത്തിരിക്കുക. ആരാണ്? ഞാൻ ഇരുട്ടിലാണ്.
കൂരിരുട്ടിലാണ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഈ മണ്ണെനിക്കറിയാം. ഇവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ ഓർക്കുന്നു എല്ലാം. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, മോഡൽ ഫോട്ടോഗ്രാഫർ. ശ്വേതാമുഖി, അവളെ എനിക്ക് കൊതിയായിരുന്നു, ഒരിക്കലും തീരാത്ത കൊതി. പക്ഷെ എന്റെ ആഗ്രഹത്തിന് വിലങ്ങ് തടിയായവൻ അവന്റെ പ്രതിശ്രുത വധുവാണ് പോലും. എനിക്ക് വാശിയായി. അവൻ അവളെ കെട്ടും മുമ്പ് ഒരിക്കലെങ്കിലും അവളെ എനിക്ക് വേണമെന്ന് തീരുമാനിച്ചു. എന്റെ ആഗ്രഹം രഹസ്യമായിരുന്നു. ശ്വേതയോ കിരണോ അതറിഞ്ഞിരുന്നില്ല. വേഗാകട്ടെ, സ്വാമി കളത്തിലെത്തിക്കഴിഞ്ഞു. എന്തിനു നീ ഇവിടെ വന്നു? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? നിറവേറ്റാത്തൊരാഗ്രഹമുണ്ട്. എനിക്ക് അവളെ വേണം. ഞാൻ അതിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു പ്രാവശ്യം മാത്രം. എന്നിട്ട് ഞാൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. സമ്മതമാണ്. പക്ഷെ അതിന് സമയമായിട്ടില്ല. അതുവരെ ഇവിടെ കഴിയാൻ നിന്നെ ഞാൻ അനുവദിക്കാം. നിനക്ക് കൃത്യമായി ഞാൻ ദാഹം നൽകാം. അനുസരിക്കൂ. ഇവനാള് നിസ്സാരക്കാരനല്ല, ഉഗ്ര രൂപിയ. ചങ്ങലിട്ട് ബന്ധിക്കാനാ വിധി. അടങ്ങിക്കഴിഞ്ഞോ? ഇനി നീ വേദവതിയുടെ അടിമ. ഇതൊരു താൽക്കാലിക രക്ഷ മാത്രമാണ്. ഉഗ്രരൂപിയാണ് ഈ ബാധ. അതിനാൽ തുടർപൂജയും പരിഹാരക്രിയകളും ആവശ്യമാണ്. കുറച്ചുനാൾ കൂടി ശ്വേത ഈ ആശ്രമത്തിൽ തങ്ങേണ്ടി വരും. ഈ വിവരം മറ്റാരും അറിയരുത്, കിരൺ പോലും. അറിഞ്ഞാൽ അത് നിനക്കും ഞങ്ങൾക്കും ഒരുപോലെ ആപത്താണ്. വേദവതി, ഇവളെ ആശ്രമ ചടങ്ങുകൾ പഠിപ്പിച്ചു തുടങ്ങുക. ഇന്ന് സന്ധ്യാവന്ദനം കഴിഞ്ഞാൽ ഇവൾ ഭൈരവിയായി മാറും. പൊയ്ക്കോളൂ. കിരൺ, How do you feel now? Are you okay? I am better now. നടന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ നീ? കുറച്ചൊക്കെ ഒരു മായ പോലെ. ഇനി തൽക്കാലം ഈ ക്ഷീണം മാറിയിട്ട് മതി യാത്രയൊക്കെ. എന്താ? ഞാനും അത് പറയാനിരിക്കായിരുന്നു. കുറച്ച് ദിവസം പൂജയും പരിഹാരക്രിയയും ചെയ്യണമെന്നാണ് ധർമാജി പറയുന്നത്. ആട്ടെ, നല്ല കാര്യമല്ലേ? അതുവരെ ഞാനും ഉണ്ടല്ലോ. ബട്ട് കിരൺ, എന്താടാ പറയൂ. പൂജ തീരും വരെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞുകൂടാന്നാണ് ധർമാജി പറയുന്നത്. ധർമാജി അങ്ങനെ പറഞ്ഞു? ആ ഓക്കെ, പൂജയുടെ ഭാഗമല്ലേ. യു ഡോണ്ട് വറി ശ്വേത. ഗായത്രി യമുനൊക്കെ ഉണ്ടല്ലോ കൂട്ടിന്. നിനക്ക് ബുദ്ധിമുട്ടാവരുത്. കുറച്ച് ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ കിരൺ. പ്ലീസ്. ഓക്കേടാ, നോ പ്രോബ്ലം. നിന്റെ സൗഖ്യമാണ് എൻ്റെ സന്തോഷം. അതിനുവേണ്ടി കൂടിയാണല്ലോ നമ്മളിവിടെ എത്തിയത്. എന്താടാ? Come on.
രസതന്ത്രത്തിന്റെയും ലൈംഗിക തന്ത്രത്തിന്റെയും ഒരു മിശ്രിതമാണ് തന്ത്ര. രതി വ്യക്തികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും മരണം ബന്ധവിച്ഛേദനം നടത്തുകയും ചെയ്യും. ഇത്യേഷ പ്രകൃതികൃതോ മഹദാദി വിശേഷ ഭൂതപര്യന്ത പ്രതിപുരുഷ വിമോക്ഷാർത്ഥം സ്വാർത്ഥ ഇവ പരാർത്ഥ ആരംഭ. പ്രകൃതി നിർവഹിക്കുന്ന ബുദ്ധി മുതൽ ഭൂതപര്യന്തമുള്ള സൃഷ്ടികൾ സ്വാർത്ഥോദ്ദേശത്തോടെയാണെന്ന് തോന്നുമെങ്കിലും അത് പുരുഷനെ സ്വതന്ത്രനാക്കി അയാൾക്ക് വേണ്ടിയാണ്. ഈ കാലം തന്നെയല്ലേ പുരുഷൻ? ആസിഡ് ഇൻ ടാവ് ഫിസിക്സ്. പരമാണുക്കളുടെ പരസ്പര പ്രവർത്തനം കാലത്തിന്റെയും സമയത്തിന്റെയും വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാമെന്ന്. യെസ്, യു ആർ ബ്രില്യന്റ്. യു ക്യാൻ കിരൺ. നീ തൽപരനാണ്. നിനക്ക് ഈ വിദ്യ ഹൃദിസ്ഥമാക്കാൻ എളുപ്പമാവും. ഈ ആശ്രമത്തിൽ ഇനി നീ സ്വതന്ത്രനാണ്. She forgot the mobile. Shweta? 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 ഈ അസമയത്ത് കാണാൻ അനുവാദമില്ല. ശരി, ഈ ഫോൺ ശ്വേതയ്ക്ക് കൊടുത്താൽ മതി. ശരി. ഓം കമന്യേ നമഃ. ഓം കമസുന്ദരേ നമഃ. ഓം കമാത്തായേ നമഃ. ഓം കമതൂപയേ നമഃ. ഓം കൗമായേ നമഃ. ഓം കമസ്യരൂപയേ നമഃ. ഓം കന്യകം രക്തദാഹിന്യേ നമഃ. ഓം ഉത്തിഷ്ടകജന്യം സർവസിദ്ധിം പ്രസന്യം മമ വശം സ്വാഹ. സുന്ദരേ നമഃ. ഓം കമ. ഓം കമരൂപയേ. ഓം കമസ്യരൂപയേ. ഇപ്പോൾ മുതൽ നീ ഭൈരവിയാണ്, യോഗിനിയാണ്. പൂർവാശ്രമത്തെ മറക്കുക, സാമൂഹ്യ ബന്ധങ്ങളെ മറക്കുക. ഓം കന്യകം രക്തദാഹിന്യേ നമഃ. ഓം കന്യകം രക്തദാഹിന്യേ നമഃ. നിനക്ക് മുന്നിൽ ഇപ്പോൾ ആരാധ്യ ദേവത മാത്രം. മന്ത്രങ്ങളിലൂടെ നാം ദേവതയുമായി വിലയം പ്രാപിക്കും. ഹ്രീം ജലകന്യായേ നമഃ. ഹ്രീം ക്ലീം പ്രേതരക്ഷസ്യായേ നമഃ. ശക്തമായ അഭിനിവേശം വേണം. നിന്നിലെ ഭൗതികോർജത്തെ ആത്മീയോർജമാക്കി മാറ്റി
അതിനെ നാം പരമാനന്ദത്തിനായി പരിണമിപ്പിക്കും. നോക്കൂ, മൂലാധാര പത്മം മുതൽ മൂർധാവിലെ സഹസ്രാര പത്മം വരെ ചക്രങ്ങൾ താണ്ടി കുണ്ഡലിനി ശക്തി ഉണരും വരെ നാം ഈ പൂജ തുടരും. വിഘ്നം സംഭവിച്ചാൽ ദേവീ കോപവും സർവനാശവും ഫലം. ഓർത്തിരിക്കുക. കിടക്കൂ. ഹ്രീം ക്ലീം ശ്രീം ഓം മഹാകാളീ നമഃ. നിന്നിലെ ഊർജം ചോർന്നു പോകാതിരിക്കാൻ നാം ന്യാസം ചെയ്യുന്നു. നവദ്വാരങ്ങളും ത്വക്കും വിരൽത്തുമ്പുകളും മുദ്രയിലൂടെ നാം ബന്ധിക്കുന്നു. ക്രീം 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 ഹും ഹും ക്രീം ക്രീം സ്വാഹ. വശ്യമന്ത്രം കഴിഞ്ഞ് ഇപ്പൊ സ്വാമിയുടെ അടിമയായി കാണും ശ്വേത. ഇനി കിരണിന്റെ കാര്യം കഷ്ട. ഞാൻ പഞ്ചമകാരങ്ങളുടേതായ ആരാധനാ സമ്പ്രദായം സ്വീകരിക്കുന്നു. ഞാൻ ശിവനാണ്, ഇവൾ ശക്തിയും. ദേവി, ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വരൂ. ഇനിയും ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. അരുതാത്ത കാഴ്ചകൾ കാണുന്നു. അങ്ങ് വൈദിക ധർമ്മം ലംഘിക്കുകയാണ്. ഇത് സർവനാശത്തിലേക്കുള്ള വഴിയാണ്. അവിശുദ്ധമായ ബന്ധം പാപമാണെന്നറിയില്ലേ? അർത്ഥമറിയാതെ വ്യാഖ്യാനിക്കുകയാണ് നീ. ലക്ഷ്യം ഞാൻ വെളിപ്പെടുത്തിയതല്ലേ? ദൈവികത്വം നേടണം. അതിനുവേണ്ടി മാത്രമാണ് ഈ കന്യകാപൂജ. കന്യകാപൂജ? ഒരു പൂജ നടത്തിയതിന്റെ ദുരനുഭവം മറന്നുപോയോ? അർത്ഥം നേടുന്നത് പോലെ തന്നെ കാമം സാധിക്കുന്നതും ധർമാനുസൃതമായിരിക്കണം. ഭാര്യ ഗൃഹദേവതയാണ്, ഗൃഹലക്ഷ്മിയാണ്. ഭർത്താവുമായുള്ള അവളുടെ സംഗമം പരിപാവനമായ ഒരു മംഗല്യ സംസ്കാരമാണ്. കേവലം കാമസംതൃപ്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായി അവളെ കണ്ടുകൂടാ. ജീവിത പങ്കാളിയാണവൾ, അർദ്ധാംഗിനി. വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷേ ഞാനൊരു ഭാര്യയാണെന്ന കാര്യം അങ്ങ് വിസ്മരിക്കരുത്. കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയ്ക്കും ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊരു സത്യമുണ്ട്. അത് മറക്കണ്ട. ആ, ഉറക്കം വിളിക്കണ്ട. നാളെ യാത്ര ചെയ്യേണ്ടതല്ലേ? ദേവി മഹാമായെ രക്ഷിക്കണേ ദേവി. കിരൺ, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്നാലും ഒരു ചടങ്ങ് നടക്കുമ്പോ ഇവിടെ എനിക്കറിയാം നിനക്ക് പിണക്കാണെന്ന്. നോ സെന്റിമെന്റ്സ് പ്ലീസ്. ആഗമനോദ്ദേശം? തീർത്ഥാടനത്തിന് ധർമാജിയോടൊപ്പം ഞാനും പോകുന്നു. യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ് ശ്വേത. ഇതും ധർമാജിയുടെ തീരുമാനമാണോ അതോ? ധർമാജിയുടെ. എനിക്കത് അനുസരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? നിനക്കറിയില്ലേ എന്റെ അവസ്ഥ? അവസ്ഥ 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 എന്തവസ്ഥ? ചോദിച്ചാൽ ഉത്തരവില്ല. Are you fooling me? No, never. നീ വെറുതെ തെറ്റിദ്ധരിക്കാണ്. കിരൺ, എനിക്ക് കുറച്ച് സമയം കൂടി തരൂ. ഞാൻ എല്ലാം പറയാം, പ്ലീസ്. ഈ ആശ്രമത്തിനകത്ത് അതിര് വിട്ട കളി തന്നെ. ഇറ്റ്സ് അൺബെയറബിൾ. ഇനി ഒരു തീർത്ഥാടനം നിന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്നിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് അവർ നിന്നെ അയച്ചത്. സോ ഐ വിൽ നെവർ അലോ യു ഫോർ ദിസ് നോൺസെൻസ്. കിരൺ, കിരൺ, കിരൺ പ്ലീസ്. ഞാൻ വീട്ടുകാരെ അറിയിച്ചു, അവരെ സമ്മതം നൽകി. പിന്നെ എന്തിനീ പ്രഹസനം? നീ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സൂര്യധർമ്മം തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. Then who am I? യോഗിനിയും ഭൈരവും അല്ലാതെ നീ എന്റെ ശ്വേതയായിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ അണിയിക്കാം. As far as I am concerned, it's right. So please leave me alone.
കഷ്ടമുണ്ട് സ്വാമിനി. മായനെ ഇക്കുറി തീർത്ഥാടനത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പാവം നല്ല വിഷമത്തിലാ. ശരിയാ, പറഞ്ഞിരുന്നതാ. പക്ഷേ മായൻ ഞങ്ങൾക്കൊപ്പം പോന്നാൽ ഇവിടെ ആരാ ആശ്രമം നോക്കുക? അതാ കാര്യം. ഇവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വാമിനി. എല്ലാവരെയും ഓർമ്മിപ്പിക്കുക, ഞങ്ങൾ തിരിച്ചെത്താൻ 2 വാരം കഴിയും. വരണവരെ നിത്യപൂജ മുടങ്ങാതെ നോക്കേണ്ടത് മായനാ. ഓ, ആത്മശിലയിൽ ദാഹം നൽകേണ്ടതും മായൻ തന്നെ. മുത്തശ്ശി സഹായിക്കണം കേട്ടോ. കാഴ്ച തീരെ ഇല്ലാണ്ടായി വരിക. മായൻ, കിരണിനോട് വരാൻ പറയും. ഇക്കുറി ദർശനത്തിനും വഴിപാടുകൾക്കുമെല്ലാം മാറ്റമുണ്ട്. പുറം പൂജ നടക്കുമ്പോൾ ഇവിടെ ദേവീ സന്നിധിയിലെ വിളക്കണയാതെയും പൂജകൾ മുടങ്ങാതെയും നോക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ വേദവതി ഇവിടെ തന്നെ നിൽക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് ഇക്കുറി യോഗിനി ശ്വേത നമ്മെ അനുഗമിക്കും. ധർമാജി എന്നെ വിളിച്ചോ? ഇന്നു മുതൽ ആശ്രമകാര്യങ്ങളിൽ നീ വേദവതിയെ സഹായിക്കണം. ഇതും പഠനത്തിന്റെ ഭാഗം തന്നെ. ശരി, വരൂ. വരൂ. കിരൺ, കിരൺ, സ്വാമിനി ഇവിടെ? വേണ്ട, കിരൺ എന്നെ വേദവതി എന്ന് വിളിക്കാം. ആട്ടെ, എന്തു പറ്റി ഈ ത്രിസന്ധ്യ നേരത്തെ ഉറക്കം? വായിച്ചുറങ്ങിയതാ. ഞാൻ കണ്ടു. തന്ത്രവിദ്യയിൽ അതീവ തൽപരനാണല്ലോ. കുറച്ചൊക്കെ വായിച്ചറിയാം. കൂടുതൽ അറിയാൻ വേണ്ടിയാ. ആവാലോ. അത്താഴം കഴിച്ചിട്ടാവാം കഥകളൊക്കെ. വന്നോളൂ. ഇവൻ അഗ്നിയാണ്. എന്റെ മനോവിഷമം ഇവൻ തീർക്കും. എന്നാൽ എന്റെ സ്വാമിനിയോട് അങ്ങനെ ചെയ്യരുതായിരുന്നു. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. നിനക്ക് മാത്രല്ല മായ, എല്ലാവർക്കും ഉണ്ട് വിഷമം. എന്നാലും മായനുള്ളപ്പോ ആശ്രമകാര്യം നോക്കാൻ പുറത്തുനിന്ന് വന്നൊരു പയ്യനോ? അവന് ഞാൻ ഒതുക്കും. മായനറിയാനുള്ള മന്ത്രമൊക്കെ.
ഓം ക്രീം ഒതുങ്ങി. ആ സൂക്ഷിച്ച്. ഉം. ഉം. ദഹനത്തിന് നല്ലതാ ഈ വജ്രാസനം. ആട്ടെ, കിരണിന് എന്തൊക്കെയോ ചോദിക്കാനുണ്ടല്ലോ. ശ്വേതയുടെ കാര്യത്തിൽ ഞാനാകെ വെറിഡാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനും ചിന്താക്കുഴപ്പത്തിലാ കിരൺ. സാത്വികമായി ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാ സൂര്യധർമ്മൻ. പക്ഷേ എനിക്കിത് ഒരു വിധത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ല. ശ്വേത എന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമായി കഴിഞ്ഞു. എനിക്കിനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന് വേദവതി എന്നെ സഹായിക്കണം. വാമാചാരമാണ് തന്ത്രവിദ്യ എന്നെനിക്കറിയാം. ഒരുപക്ഷെ കൂടുതൽ ശക്തി സ്ത്രീക്ക് തന്നെയാണെന്നും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കിരൺ. തന്ത്രവിദ്യ പഠിക്കാനുള്ള എല്ലാ യോഗ്യതകളും നിനക്കുണ്ട്. വിശ്വാസം, അർപ്പണം, സത്യസന്ധത, ഇന്ദ്രിയ നിയന്ത്രണം, ബുദ്ധി, ഇതെല്ലാം നിന്നിലുണ്ട്. ഇനിയൊരു ഗുരുവിന് മുന്നിലെ സാധന മാത്രം മതി. വേദവതിയുടെ സഹായമുണ്ടെങ്കിൽ വിദ്യ പകരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രാത്രി മുതൽ സൂര്യധർമ്മൻ തിരിച്ചെത്തും വരെ നീ സ്വതന്ത്രനാണ്. ഏതാവശ്യവും നിനക്ക് എന്നോട് ചോദിക്കാം. നന്ദിയുണ്ട്, ഒരുപാട്. നാളെ മുതൽ എനിക്ക് ക്യാമറ എടുക്കാം, എൻ്റെ ജോലി തുടങ്ങാം, ഒപ്പം എൻ്റെ പഠനവും. താങ്ക് യു വെരി മച്ച്. ഞാനെന്നാൽ ആ, സന്തോഷമായിട്ട് പോയി ഉറങ്ങിക്കോളൂ. ഇനി ഭയക്കാനില്ല. എല്ലാവരും പൊയ്ക്കോളൂ. കിരൺ, ഇനി പേടിക്കാനില്ല. നിന്നെ ആരും ശല്യപ്പെടുത്തില്ല. ധൈര്യമായി ഉറങ്ങിക്കോളൂ. ഞാനിവിടെ ഇരിപ്പുണ്ടാവും.
എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആയിക്കോട്ടെ, എന്തൊക്കെ അറിയേണ്ട വെച്ചാ ചോദിച്ചോളൂ. സൂര്യധർമ്മന്റെ പൂർവാശ്രമത്തെക്കുറിച്ച് വായിച്ചറിയാം. എനിക്കറിയേണ്ടത് നിങ്ങൾ എങ്ങനെ ഈ സിദ്ധിവിശേഷങ്ങൾ സ്വായത്തമാക്കി എന്നാണ്. അതുമാത്രമല്ല, ഇവിടെ നടക്കുന്ന അസാധാരണവും നിഗൂഢവുമായ പൂജകളെക്കുറിച്ചും എനിക്കറിയണം. മോഹനം, സ്തംഭനം, ബന്ധനം, മാരണം എന്നിങ്ങനെ ഉള്ളടക്കങ്ങളെല്ലാം പുറത്തു പറയാനാവില്ല. എങ്കിലും എന്നാലാവണത് ഞാൻ പറയാം. ശരി, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓ, വേദവതി അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ഈ ക്യാമറയിൽ നോക്കി പറയാം. ഓക്കെ? ഇതൊന്നും എനിക്ക് ശീലമില്ല. കിരൺ ചോദിക്കൂ, ഞാൻ പറയാം. ഓക്കെ. ഓക്കെ, എങ്ങനെയാണ് ഈ വേദവതിക്കും സൂര്യധർമ്മനും ഈ അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കുന്നത്? അറിയാലോ, ആഭിചാര ക്രിയകൾ ചെയ്തു എന്ന കുറ്റത്തിന് തറവാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുകയായിരുന്നു. ഗത്യന്തരമില്ലാതെ അലച്ചിലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ വരെ ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്താണ് ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞങ്ങളൊരു അവധൂതനെ കാണുന്നത്. ഞങ്ങളുടെ കഥന കേട്ട് അദ്ദേഹം ഒരു പൂജ ഉപദേശിച്ചു തന്നു. മഹാകാളി സഹസ്രപൂജ കറുത്തവാവിലോ ചതുർത്ഥി നാളിലോ സാധകർ അഭിമുഖമായിരുന്നു പൂജ ചെയ്യുക. ആചാര്യനെയും പൂജിക്കുന്ന ദേവതയെയും മനസ്സിൽ ധ്യാനിക്കുക. പുരുഷനും സ്ത്രീയും മറയില്ലാതെ വേണം ഈ പൂജാവിധികൾ അനുഷ്ഠിക്കാൻ. രാത്രിയുടെ 2-ാം യാമത്തിൽ തുടർച്ചയായി 7 ദിവസം 1008 ഉരു ഈ മന്ത്രം ജപിച്ച് രക്തപുഷ്പം അർപ്പിച്ച് പൂജ നടത്തുക. ഇടയ്ക്ക് മായക്കാഴ്ചകൾ പലതും വരാം പൂജ മുടക്കാനായി. പക്ഷേ പൂജയ്ക്ക് വിഘ്നം സംഭവിച്ചുകൂടാ. അങ്ങനെ വന്നാൽ സാധകരിൽ ഒരാൾ മരിക്കും എന്ന് വിധി. പൂജ മുഴുവിപ്പിച്ചാൽ ചക്രസ്ഥിതയായ കാളിയുടെ രൂപം സാധകർ നല്ല തെളിവോടെ മനസ്സിൽ കാണും. മറ്റൊരു ഗതിയും മുന്നിൽ ഇല്ലാതിരുന്നതിനാൽ ഉറച്ച മനസ്സോടെയായിരുന്നു ഞങ്ങളുടെ സാധന. പ്രലോഭനങ്ങൾ പലതുമുണ്ടായി. പക്ഷെ ഞങ്ങൾ പിടിച്ചു നിന്നു. ഒടുവിൽ ദേവി കനിഞ്ഞു. ഇന്ന് സൂര്യധർമ്മന്റെയും വേദവതിയുടെയും വാക്കുകൾക്ക് നാവാകുന്നത് ദേവിയാണ്. ദേവി, ഓ മഹാകാളി നമഃ. ഈ നിഗൂഢമായ പൂജകളെ കുറിച്ച് മറ്റെന്തൊക്കെ അറിയാനുള്ള ആവേശമാണല്ലോ കിരണിന്റെ മനസ്സിൽ. ഇന്ന് ഇത്രയും മതി. നിത്യപൂജയ്ക്കുള്ള സമയമായി. ആശ്രമ കാര്യങ്ങൾ പകർത്താൻ മായം കിരണിനെ സഹായിക്കും. താങ്ക് യു വെരി മച്ച്. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് തിരിച്ചു പോവാന്നാ എന്റെ അഭിപ്രായം. കുറച്ച് ദിവസം കൂടി പൂജ തുടരണമെന്നാണ് ധർമാജി പറയുന്നത്. ഈ പൂജ തുടരുന്നതിൽ ഞാൻ ഒരു അർത്ഥവും കാണുന്നില്ല. അനർത്ഥങ്ങളാണ് ഏറെ. വേണ്ട കുട്ടി, നിങ്ങൾക്ക് അനിഷ്ടമാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാം. പക്ഷേ അതൊരു ഗുരുനിന്ദയാവില്ലേ? ശരിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന കാര്യം നീ ഓർക്കണം. ഇവിടെ അതിരുകൾ ലംഘിക്കുകയാണ്. എന്ത് കർമ്മങ്ങളുടെ പേരിലാണെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റണില്ല. ഈ വിധം സംശയിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരു യോഗിനിയാണെന്ന കാര്യം നിങ്ങൾ മറക്കുകയാണ്. വേദവതി എന്നോട് ക്ഷമിക്കണം.
ദുഷ്ടചിന്തകൾ എന്നെ അലട്ടുന്നു. എന്നോട് പൊറുക്കണേ. മായ വേണ്ട, മദ്യം ചെന്ന് നിനക്ക് പതിവാ. സ്വാമി അറിയാലോ. അറിയട്ടെ, എല്ലാം അറിയണം. എന്റെ പെണ്ണെ എനിക്ക് പോയത് ഞാൻ കൊല്ലും. അതിപ്പോ ആരായിരുന്നാലും ഞാൻ കൊല്ലും. കൊല്ലും, ഞാൻ കൊല്ലും. എന്താ രമണ, മായനാരെ കൊല്ലുന്നൊക്കെ? അത് മോനെ, മദ്യം കൂടി അവനിത് പതിവാ. അവൻ കേട്ടായിരുന്ന പെണ്ണുള്ള മോഹിനി ഒരിക്കൽ പൂജ കഴിഞ്ഞപ്പോ അവളെ കാണാനില്ല. സ്വാമി കൊന്ന ഈ മൂടന്റെ വിചാരം. എന്താ സംഭവിച്ചത്? അവളെ ആരോട് ഒളിച്ചടിപ്പന സംസാരം. പാവം, ഇവനിത് സഹിക്കാൻ പറ്റില്ല. ശബ്ദം കേട്ട് വന്നതാ, ഞാൻ പോവാ. ഞാൻ പഞ്ചമകാരങ്ങളുടേതായ ആരാധനാ സമ്പ്രദായം സ്വീകരിക്കുന്നു. ഞാൻ ശിവനാണ്, ഇവൾ ശക്തിയും. ദേവി, ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നീ എപ്പോഴെങ്കിലും ഇതെന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ എന്തൊക്കെയോ പേടിക്കുന്നു, ഒന്നും തുറന്നു പറയുന്നില്ല. അതിനാണ് എനിക്ക് ഉത്തരം വേണ്ടത്. ആ രഹസ്യം എന്താണെന്ന് വേദവതിക്കറിയാം. എന്നോട് തുറന്നു പറയണം. ഞാൻ പറയാം, എല്ലാം പറയാം. പക്ഷേ നീ എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് വാക്ക് തരണം. ദേവി സാക്ഷ്യം. തരാം. ദേവി സാക്ഷ്യം ഞാൻ വാക്ക് തരുന്നു. എന്തിനും ഏതിനും ഞാൻ ഈ വേദവതിയോടൊപ്പം ഉണ്ടാവും. പോരെ? പ്രശ്നവിധി കാണുന്ന നിഗൂഢതകൾക്ക് അച്ചടക്കം വേണമെന്നാണ് നിയമം. അതാണ് ഞാൻ ലംഘിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രം. സൂര്യധർമ്മൻ അറിഞ്ഞാൽ? ഇല്ല, ഒരിക്കലും. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നീ സംയമനം പാലിക്കണം. നീ ഒരു സാധകനാണെന്ന കാര്യം വിസ്മരിക്കരുത്. അന്ന് അവളിലെ ദുരാത്മാവിനെ ഒഴിപ്പിച്ചപ്പോ ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഉള്ളടക്കമായിരുന്നു. ഒരു കൊലപാതകം. ഫോട്ടോഗ്രാഫർ രാമനാഥൻ. അങ്ങനെ ഒരു ദിവസം ഒരു ഫിലിം പ്രോജക്റ്റിനെന്ന് പറഞ്ഞ് ശ്വേതയെ കൂട്ടി റിമോട്ടായ ലൊക്കേഷനിൽ ഫോട്ടോ സെഷൻ പ്ലാൻ ചെയ്തു.
രക്ഷിക്കണമെന്ന് ഞാൻ കേണു പറഞ്ഞു. പക്ഷെ അവൾ എന്നെ കൈവിട്ടു. ഞാൻ സൂര്യധർമ്മന്റെ രക്തമായിരുന്നു കൊല്ലപ്പെട്ട രാമനാഥൻ. അതൊരു ഗൂഢതന്ത്രത്തിന്റെ വിഷബീജമായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിയമവശങ്ങൾ പറഞ്ഞു, പരിഹാര ക്രിയകൾ ഉപദേശിച്ചു. സൂര്യൻ അവളെ ഭയപ്പെടുത്തി. കിരൺ, കിരൺ! തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. തമ്പുരാട്ടി, ഞാൻ വന്നത് ആരാ ഈ ചിത്രത്തിൽ കാണുന്നത്? അതെന്റെ മോന് രാമനാഥൻ. യെസ്, രാംനാഥ്. ഏയ് കുട്ടി, നിൽക്കൂ. ഇനിയും നീ സത്യം മറച്ചു വെക്കരുത് ശ്വേത. ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നീ എന്നോട് ക്ഷമിക്കണം കിരൺ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രാമനാഥനെ ഞാൻ കൊന്നിട്ടില്ല. ഞാനിത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? No, I know that. Then പക്ഷെ സൂര്യധർമ്മം പറയുന്നു ഞാൻ കൊലപാതകയാണെന്ന്. അവന്റെ ആത്മാവ് അങ്ങനെ പറയുന്നു. നീ അത് വിശ്വസിക്കാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എല്ലാം അവർ പറഞ്ഞല്ലേ, എല്ലാം. എന്റെ സ്വപ്നങ്ങളിലെ കാവും പനയും കുളവും എല്ലാം. കിരൺ, അവൻ എന്നെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു. എനിക്ക് പേടിയാവുന്നു. Be bold, ശ്വേത. നീ എന്തിനു പേടിക്കണം? സൂര്യധർമ്മൻ ഒരുക്കിയ കെണിയിൽ നിന്നും നാം രക്ഷപ്പെടണം. ആദ്യം നീ, പിന്നാലെ ഞാനും. അതിനുള്ള വഴി കണ്ടെത്തണം. വഴിയുണ്ട്. വരുന്ന ആഷാഢ പൗർണമിയിൽ സൂര്യധർമ്മൻ പുറംപൂജകൾക്ക് പോവുകയാണ്. അപ്പോ എനിക്ക് വീട്ടിൽ പോകാനായി അനുവാദമുണ്ട്. എന്റെ അഭയ് തിരിച്ചു വരുമെന്ന് സൂര്യധർമ്മൻ പ്രവചിച്ച സമയം അപ്പോഴാണ്. വീട്ടിലെത്തിയ ഞാൻ തിരിച്ചു വരില്ല, തീർച്ച. പിന്നാലെ ജോലി തീർത്ത് നീയും എത്തുക. That's good. സൂര്യധർമ്മന് ഒരു സംശയവും വന്നുകൂടാ. പൂജ തുടങ്ങാറായി കാണും. നീ വേഗം പോയിക്കോളൂ. ശ്വേത, സോറിഡാ. ഞാൻ നിന്നെ ഒരുപാട് സംശയിച്ചു, വേദനിപ്പിച്ചു. ഐ എം സോറി. ഐ ലവ് യു സോ മച്ച്. എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? എനിക്കറിയാം നിന്നെ. നിനക്കൊരിക്കലും എന്നെ വെറുക്കാനാവില്ല. എനിക്ക് നിന്നെ ഒരു പൂജയ്ക്കും ഒരു മന്ത്രത്തിനും അതിനാവില്ല. ടേക്ക് കെയർ. ഞാൻ വരട്ടെ. സാരമില്ല സ്വാമിനി, നാളെ ഉണങ്ങിക്കോളും. കുടിക്കാൻ എന്തെങ്കിലും?
ആത്മപീഡനം അല്ലേ? ഉപദേശമാണെന്ന് കരുതരുത്. വേണ്ടിയിരുന്നില്ല. ആത്മനിയന്ത്രണവും സമചിത്തതയും എല്ലാം പഠിച്ചവളാണ് ഞാൻ. പക്ഷെ ഇതങ്ങോട്ട് സഹിക്കണില്ല. ഈ തീർത്ഥാടനവും മറ്റും ഇല്ല. ഇനി വേദവതി സൂര്യധർമ്മനിൽ നിന്ന് നീതി പ്രതീക്ഷിക്കണില്ല. പാതി ശക്തിയാണ് ഞാൻ. ആ കാര്യം അദ്ദേഹം മറക്കുന്നു. കിരൺ, നീ എന്നോടൊപ്പം ഉണ്ടാവണം. 4 നാൾ കഴിഞ്ഞാൽ കർത്തവാവാണ്. ഞാൻ സഹസ്ര പൂജയ്ക്കിരിക്കുമ്പോൾ എന്റെ സാധകനായി നീ ഉണ്ടാവണം. നീ ആവശ്യപ്പെട്ട തന്ത്രവിദ്യകളെല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കാം. നീ എനിക്ക് വാക്ക് തന്നതാണ് ദേവി സമക്ഷം. സഹസ്ര പൂജ തീരും വരെ 7 നാൾ പരിചാരകരുടെ സമ്പർക്കമുണ്ടായിക്കൂടാ. അവരെ നിന്റെ എല്ലാ ജോലികളും ഏൽപ്പിക്കണം. കിരൺ, നീ മനസ്സിനെയും ശരീരത്തെയും സജ്ജമാകും. പ്രണവാത്മകം ഘോരാന്ധകാരവിനാശകരം പത്മാസനസ്ഥം തേജോമയം ശുഭദായകം. ഓം ശാന്തിയോ ശാന്തിയോ ശാന്തിയോ. ധിരന ധിം തനന ധിരന 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 ധിം തനന ധിരന 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 ധിരന. ഗൂഢമന്ത്രാർച്ചിതം സ്നേഹസുധാരസം അഥർവകം വരസാധകം മാനസതീർത്ഥമായി കാമിതനേദ്യമായി ലാസ്യവിലോലപദം ലാസ്യവിലോലപദം. ഗൂഢമന്ത്രാർച്ചിതം സ്നേഹസുധാരസം അഥർവകം വരസാധകം. തന്ത്രങ്ങൾ മന്ത്രങ്ങൾ തീർക്കും യോഗാഗ്നിയായി നീറുന്നു. മൃദന്തങ്ങൾ വേദത്തിൻ ചുണ്ടിൽ ജ്ഞാനാമൃതം തേടുന്നു. സംഹാര ദീപങ്ങൾ പോലെ ദിഗന്ധങ്ങൾ ക്രോധാഗ്നി നീട്ടി. സംഹാര ദീപങ്ങൾ പോലെ ദിഗന്ധങ്ങൾ ക്രോധാഗ്നി നീട്ടി. യാമിനി ജീവദായിനി പാടാത്ത വേദാന്ത ചന്തം തേടുന്നു ഹോമാഗ്നി ദ്രുതനടനം. ഗൂഢമന്ത്രാർച്ചിതം സ്നേഹസുധാരസം അഥർവകം വരസാധകം. നടന കേളികളിലാടിയാടി ഹൃദയം വേദമുദ്രകളിൽ അമൃതധാരയൊഴുകി. സ്നേഹസിന്ധുനല പ്രേമ ഗംഗ കുളിർ ചൂടി നിന്നു പദമാടിടുന്നുവോ.
ശുഭരാഗ ഭംഗികള ഹംസഗാനസുധ ചാർത്തി വന്നു കഥയോതിടുന്നുവോ പ്രേമചന്ദ്രികയിലൂയലാടി നിറമേളമോടെ അലിയുന്നുവോ ദേവി എല്ലാം പറഞ്ഞതുപോലെ 1008 തവണ മന്ത്രജപം, രക്തപുഷ്പാർച്ചന, മായക്കാഴ്ചകൾ പലതും വരാം. മനസ്സ് ചഞ്ചലമാകരുത്. ആ രക്ഷാചരട് കാണിക്കൂ. ഇനി ആരെയും ഭയക്കാനില്ല. ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകൂ. മന്ത്രജപവും അർച്ചനയും തുടങ്ങാം. ഓം ഭം ഭദ്രകാളേ നമഃ. ഓം ഭം ഭദ്രകാളേ നമഃ. ഓം ഘോരദംഷ്ട്രായേ നമഃ. ഓം ഘോരദംഷ്ട്രായേ നമഃ. ഓം ചണ്ഡമുണ്ടാദിവേഗിന്യേ നമഃ. ഓം ചണ്ഡമുണ്ടാദിവേഗിന്യേ നമഃ. ഓം പ്രചണ്ഡികായൈ നമഃ. ഓം പ്രചണ്ഡികായൈ നമഃ. ഓം മഹാകാളേ നമഃ. ഓം മഹാകാളേ നമഃ. രമണ, എനിക്ക് പേടിയായിട്ടാണ് ഞാൻ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ ഇങ്ങനെ പേടിച്ചാലാ? പേടിയാ നിക്കാം ചേട്ടല്ലേ? നല്ല ചൂടുള്ള അസ്ഥി വരക്കണ ഈ രമണൻ. ആത്മാവ് നല്ല ചൂടോടെ പോണത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പേടിക്കാതെ ഞാനാ ഈ കേട്ടിട്ട് ആത്മാവിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നീ എന്നെ പേടിപ്പിച്ചവനാ. തൽക്കാലം നീ ദാഹം തീർക്കണ്ട. മായ വേണ്ടോ? ആത്മാവ് കോപിച്ച അറിയാലോ. എന്തറിയാൻ? നീ വാ, കേട്ടു മുമ്പ് ഓരോന്നും കൂടി അകത്താക്കണം. ഓം പ്രചണ്ഡികായൈ നമഃ. ഓം ഹ്രീം മഹാകാളേ നമഃ. വേണ്ടത് തെറ്റാണ്. പക്ഷെ നിങ്ങൾ എനിക്ക് അവളെ വേണം. ഞാൻ അവളെ വരുത്തും. പൂജയ്ക്ക് വിഘ്നം സംഭവിച്ചുകൂടാ. അങ്ങനെ വന്നാൽ സാധകരിൽ ഒരാൾ മരിക്കും എന്ന് വിധി. നമുക്ക് പൂജ നടത്തണം, അല്ലെങ്കിൽ അനർത്ഥമാകും.
എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഹേയ് നത്തിങ്. കിരൺ എവിടെയെങ്കിലും കാണും. യു നോ സംതിങ്? അവൻ തിരിച്ചെത്താന്ന് പറഞ്ഞിട്ട് now it's more than 1 week. അതല്ലേ സൂര്യധർമ്മൻ? യെസ് ധർമാജി. പൂജ മുടക്കിയതില് എന്നോട് കോപമായിരിക്കും. നീ തൽക്കാലം ഇവിടെ നിൽക്ക്. ഓം ഹ്രീം ക്ലീം ഹും ഫട്ട് സ്വാഹ ചിന്തി മിന്തി മായേ. ഓം ഹ്രീം ക്ലീം ഹും ഫട്ട് സ്വാഹ ചിന്തി മിന്തി മായേ. അരുത് ധർമാജി. ഓം ഹ്രീം യോഗിനി ശത്രുമേ വംശം കുരു സ്വാഹ ചിന്തി മിന്തി മായേ. ധർമാജി! എവിടെയും എപ്പോഴും നീ ഒരു വിഘ്നമായി മാറുന്നു. എന്ത് വേണം നിനക്ക്? കിരൺ. തെറ്റിന്റെ 1-ാം പാദം നീ. ചതി. പൂജ മുടങ്ങിയാൽ നാശം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും ധർമാജി, അത് എനിക്ക് കിരണിനെ കാണണം. തെറ്റിന്റെ 2-ാം പാദം. നല്ലൊരു ശിഷ്യനാകുമെന്ന് ഞാൻ കൊതിച്ചു. പക്ഷേ അവൻ ചെയ്ത തെറ്റെന്തെന്നറിയോ നിനക്ക്? എന്റെ വേദവതി. വേദവതി? ആ, തെറ്റ് ചെയ്തത് 2 പേരും ചേർന്നാണ്. ധർമാജി, കിരൺ. അവനും ദൈവം ശിക്ഷ നൽകി. മരിച്ച് ജീവിക്കാനാണ് അവന്റെ വിധി. ഇതെന്റെ ശിക്ഷ, ശത്രു സംഹാരം. അതും നീ മുടക്കി. ധർമാജി, ഞാൻ എല്ലാറ്റിനും മാപ്പ് ചോദിക്കുന്നു. എന്റെ കിരൺ, അവൻ പാവ. അവനെ നശിപ്പിക്കരുത്. എനിക്ക് അവനെ കാണണം. നിനക്ക് വേണമെങ്കിൽ അവനെ കാണാം, കൊണ്ടുപോകാം. അവൻ വരുമെങ്കിൽ. അവിടെ വാതിൽ തുറക്കാൻ. പുറത്തു വിട്ട ആൾ ഉപദ്രവിക്കും. അതുകൊണ്ടാ വെറുതെ പരീക്ഷിക്കണോ? മായം പറഞ്ഞത് ശരിയാ. വേണ്ട ശ്വേത. എന്ത് ഉപദ്രവം? വാതിൽ തുറക്കൂ. കിരൺ, ഇത് ഞാനാ. ശ്വേത, നീ എന്നെ രക്ഷിക്കണം. ഇവരെന്നെ. എന്താ ഉണ്ടായത്? Tell me, കിരൺ. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ പറയാം. വേദവതിയുമായി പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ശരീരത്തിൽ എന്തോ പ്രവേശിച്ച പോലെ. അതെ, എന്റെ ശരീരത്തെ പലപ്പോഴും എനിക്ക് നിയന്ത്രിക്കാനാവാതെ വരുന്നു. അതവന്റെ ബാധയാണെന്ന് ഇവരൊക്കെ പറയുന്നു. എന്നിൽ നിന്നും ഈ ആത്മാവിനെ മോചിപ്പിക്കാതെ ഞാനില്ല, കിരണില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. കിരൺ, പ്ലീസ്, നീ വിഷമിക്കരുത്. ഞാൻ എല്ലാ സൂര്യധർമ്മനോട് പറയാം. ഇല്ല, ആവില്ല. ശ്വേത, നീ രക്ഷപ്പെടണം. എന്റെ ശരീരത്തെ നശിപ്പിച്ചാലും നീ ഇവനിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ എന്ത് സംഭവിക്കാം? ഇല്ല, ഞാൻ രക്ഷപ്പെടുമെങ്കിൽ അത് നിന്നെയും കൊണ്ട് മാത്രമായിരിക്കും. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും നിന്നെ ഞാൻ രക്ഷിക്കും. തെറ്റ് എന്റേതാ. കിരൺ, നീ വരൂ. നമുക്ക് സൂര്യധർമ്മനെ പോയി കാണാം. അദ്ദേഹത്തിന് അതിന് കഴിയും. ചെയ്ത തെറ്റിന് മാപ്പ് എഴുതായാലും ഞാൻ നിന്നെ രക്ഷിക്കും. നിനക്ക് തന്നെ വേണം.
ഞാൻ ഒഴിയാം, ഇവനിൽ നിന്ന് ഞാൻ ഒഴിയാം. എനിക്ക് നിന്നെ വേണം, അതെന്റെ അടങ്ങാത്ത കൊതിയാണ്. ഞാൻ തൃപ്തനായാൽ കിരണേയും നിന്നെയും വിട്ട് എന്നേക്കുമായി ഞാൻ ഒഴിയാം. എന്റെ ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിൽ നീ കേട്ടോളൂ, നിന്റെ കിരണ് ഞാൻ കൊല്ലും. ജലത്തിലോ അഗ്നിയിലോ ചാടി ഞാൻ കൊല്ലും, തീർച്ച. നിനക്കറിയാലോ, അപ്പോഴും ഞാൻ ജീവിച്ചിരിക്കും. നിന്നെ തേടി, നിന്റെ നിഴലായി. ഒരു പ്രാവശ്യം, ഒരിക്കൽ മാത്രം ശ്വേത, ഒരിക്കൽ മാത്രം. ധർമാജി, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് തരണം. എന്റെ കിരണിനെ രക്ഷിക്കണം. അപ്രമാദികളായി ആരുമില്ല. തെറ്റ് സംഭവ്യമാണ്. പക്ഷേ അത് ആവർത്തിക്കപ്പെടരുതെന്ന് മാത്രം. ഇല്ല ധർമാജി, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഈ തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാ. അവനെ, എന്റെ കിരണിനെ രക്ഷിക്കണം. നിനക്ക് ഞാൻ മാപ്പ് നൽകാം. പക്ഷേ നീ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ മാത്രം. പറയൂ ധർമാജി, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ മൂലം മുടങ്ങിപ്പോയ കന്യകാ പൂജ തുടരണം. ആ പൂജയുടെ പൂർത്തീകരണത്തിൽ രാമനാഥന്റെ ദുരാത്മാവിൽ നിന്നും കിരണിന് ഞാൻ മോചിപ്പിക്കും. പക്ഷേ വളരെ കടുത്ത പൂജകൾ തന്നെ വേണ്ടിവരും. ആത്മാവിനെ ഒഴിപ്പിക്കാം, പക്ഷേ നശിപ്പിക്കുക അത്ര നിസ്സാരമല്ല. ആത്മത്യാഗം തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. മനസ്സിന് ചാഞ്ചല്യമുണ്ടെങ്കിൽ ഇത് സാധ്യമാവില്ലെന്ന് ഓർക്കുക. പൂജയ്ക്ക് വിഘ്നം വന്നാൽ ഈ സൂര്യധർമ്മന്റെ കഴിവുകൾ അവിടെ അസ്തമിക്കും. പിന്നെ കിരണിനെ അവനിൽ നിന്ന് മോചിപ്പിക്കുക അസാധ്യം. ഇല്ല ധർമാജി, ഞാൻ തയ്യാറാണ്. ലക്ഷ്യം നേടും വരെ ഞാൻ ഉണ്ടാവും. എനിക്ക് ഭയമില്ല. വേണ്ടി വന്ന ത്യാഗം അനുഷ്ഠിക്കാനും. മതി, ഈ നിശ്ചയദാർഢ്യം മാത്രം മതി. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ മായനോട് പറയും. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്തു പറഞ്ഞു? പൂജകൾ ചെയ്യേണ്ടി വരും. വാട്ട് എ റബ്ബിഷ്. ബി പ്രാക്ടിക്കൽ ശ്വേത. അവൻ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതാണ് വേണ്ടത്. അഭയ്, ഈ അവസ്ഥയിൽ അവനുമായി യാത്ര ചെയ്യുന്നത് അപകടമാണ്. എന്ത് അപകടം? ഞാനില്ല ഈ മന്ത്രത്തിനും തന്ത്രത്തിനും. ഓം ദുർഗസ്ന നശിന്യേ ചാമുണ്ഡ. ഓം ചണ്ഡികയെ നമഃ. ഓം പ്രചണ്ഡികയെ. ഓം ചണ്ഡികയെ നമഃ. ഓം പ്രചണ്ഡികയെ. ഓം ചണ്ഡമുണ്ടാതിവേഗിന്യേ നമഃ. ഓം വിശാലാക്ഷിന്യേ. ഓം പ്രസന്നാസ്യായേ നമഃ. ഓം ദുർഗസ്ന നശിന്യേ നമഃ. ഓം ചാമുണ്ഡായേ. ഓം ചണ്ഡികയെ നമഃ. ഓം പ്രചണ്ഡികയെ. ഓം ചണ്ഡമുണ്ടാതിവേഗിന്യേ നമഃ. ഓം വിശാലാക്ഷിന്യേ. ഓം പ്രേതപാണിന്യേ നമഃ. ഓം മഹാദംഷ്ട്രായേ നമഃ. ഓം മഠഹാസ്യായേ നമഃ. ഓം വിശാലാക്ഷിന്യേ. നല്ല ക്ഷീണം ഉണ്ടാവും. സുഖമായി ഉറങ്ങാം. 2ാം പാദം വരെ ഇനി സ്വാമിയുടെ ഏകാന്ത പൂജയാ. കിരൺ, ഇത് ചതിയാ. എത്ര പറഞ്ഞിട്ട് ശ്വേതയ്ക്ക് മനസ്സിലാവുന്നില്ല. സൂര്യധർമ്മൻ കന്യകാ പൂജ തുടങ്ങിക്കഴിഞ്ഞു. ഇത് നടന്നുകൂടാ. നമുക്ക് രക്ഷപ്പെടണം. ഞാൻ നിന്റെ കെട്ടഴിക്കാം. വേഗം വേഗോട്ടെ അഭയ്.
എനിക്ക് ശ്വേതയെ കാണണം, അവളെ രക്ഷിക്കണം. നടക്ക്. ചതി ചതി. പൂജയ്ക്ക് വിഘ്നം. ചതി. ദേവി പൊറുക്കണം. അവളുടെ കന്യകാത്വം നശിച്ചിരിക്കുന്നു. എന്റെ ശക്തിയെ തകർക്കാൻ സൂര്യധർമ്മനെ ചതിച്ചവരെ ബലി തന്ന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. മുണ്ടാന്ത്രധാരിണി, കൊടും കാളി, എൻ കൊടും ശത്രുക്കളെ ഉടൻ പജിക്ക സ്വാഹ. കിരൺ, നീ ചതിച്ചു നിന്റെ ഗുരുവിനെ. നിന്നെ ഞാൻ ദേവി ആദിമൂല ശക്തി, ഇവൾ ചെയ്ത പാപത്തിന് ഞാൻ നിനക്ക് ഇവളെ ബലി നൽകാം. ഓം സഹസ്രാര ഫട് സ്വാഹ. ഇല്ല, ഇവളെ എനിക്ക് വേണം അകാല മൃത്യു പൂജ നൽകാൻ. ഞാൻ നേർന്നു, നീ എന്നെ തടയരുത്. ദേവി മഹാമായി, എന്റെ ശക്തി തിരിച്ചു തരൂ. പകരം ഞാൻ ഇവളെ ബലി നൽകാം. പേടിക്കണ്ട, നിന്നിൽ നാം വായുബന്ധനം നടത്തും. അത്രമാത്രം, കുറച്ചു കാലം. അതുവരെ നീ സുന്ദരിയായി ഇവിടെ കഴിയൂ. കണ്ടോളൂ, ദ റിജുവനേറ്റിംഗ് പവർ ഓഫ് ആയുർവേദ. ഈ ദിവ്യൌഷധങ്ങളാൽ നിന്നെ നാം കാലങ്ങളോളം ജീവസുറ്റതാക്കും. നീ തനിച്ചല്ല, ഇവരെല്ലാം കൂട്ടിനുണ്ടാവും. ഇവരാരും മരിച്ചിട്ടില്ല. ഇത് നിദ്രയാണ്, ഡീപ് സ്ലീപ്. യു നോ, സ്ലീപ് ഈസ് ആൻ അൺകോൺഷ്യസ് മെഡിറ്റേഷൻ. നീ ഉറങ്ങുമ്പോഴും നിന്റെ സൂക്ഷ്മ ശരീരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പ്രപഞ്ചമാകെ the astral travel of astral body beyond the space and time. അവസാനമായി നിന്റെ ആത്മാവിന് നാം തൃപ്തി നൽകുന്നു. ഹ്രീം യോഗിനി ശത്രുമേ വംശം കുരുസ്വാ. ഹ്രീം യോഗിനി ശത്രുമേ വംശം കുരുസ്വാഹ.
ह्रीं योगिनी शत्रुमे वंशं कुरु स्वाहा ह्रीं योगिनी शत्रुमे वंशं स्वाहा ओम योगिनी शत्रुमे वंशं स्वाहा यजमानस्य शत्रुं चिन्दी चिन्दी बिन्दी बिन्दी त्रसय त्रसय क्रसय क्रसय नसय नसय संहार संहार त्रसय त्रसय क्रसय क्रसय സംഹാര ഇത് നിന്റെ ഗുരുവിന്റെ രൗദ്രഭാവം. ഞാൻ കാലഹന്താവാണ് കിരൺ. നീ എന്റെ ഗുരുവല്ല, അല്ല, മൃത്യുരഹസ്യങ്ങൾ അറിയാൻ, ജരാമരണ ജന്മജന്മാന്തരങ്ങളായുള്ള ജീവന്റെ രഹസ്യം അറിയാൻ മൃത്യുപൂജയ്ക്കേ കഴിയൂ. വാ. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെപ്പോലെ ഇവിടെ എത്തിയ പത്രപ്രവർത്തകൻ. ഇവൻ ഇവിടുത്തെ രഹസ്യങ്ങൾ അറിയാനായിരുന്നു താല്പര്യം. രഹസ്യങ്ങൾ അറിയാൻ ഞാൻ ഇവനെ ജലാന്ധകാരത്തിലേക്ക് വിട്ടു. ഇവൾ മോഹിനി, എന്റെ ആദ്യത്തെ കന്യക. എന്തു ചെയ്യാം, പൂജ പിഴച്ചു. പാവം, ഇവൾക്ക് ഞാൻ ശിക്ഷ വിധിച്ചു, മാരണം. ഇവൻ രാമനാഥൻ, നീ അറിയും, ഫോട്ടോഗ്രാഫർ രാംനാഥ്. ഇവൻ എന്റെ രക്തമാണ്. തെറ്റാ, കുടുംബ ബന്ധത്തിൽ ഇതെല്ലാം തെറ്റാ. പക്ഷേ തന്ത്രവിദ്യയിൽ ബന്ധവിച്ഛേദനമാണ് ആദ്യം, പിന്നെ മാരണം. ആരും അറിയാതെ രാമനാഥനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവളെ ഇവിടെ വരുത്താൻ എനിക്ക് അവൻ വേണമായിരുന്നു. പരകായ പ്രവേശത്തിന്റെ പ്രഥമ പരീക്ഷണം ഞാൻ അവനിൽ സാധ്യമാക്കി. അതൊരു തെറ്റല്ല. ഞാനവന് പുനർജന്മം നൽകും. അഘോര കൽപ്പത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ശ്വേതാമുഖിയായിരിക്കും എന്റെ ഭൈരവി. ദേവി, നീ ചെയ്ത ഓരോ തെറ്റിനും ശിക്ഷ ഏറ്റുവാങ്ങണം. നിമൽ, മോഹിനി, രാമനാഥൻ, ഇതിനിടയ്ക്ക് എന്റെ പെണ്ണിനെ വേണമല്ലേ? നിനക്ക് ഞാൻ വിധിക്കുന്നു അകാല മൃത്യുപൂജ. എന്റെ മോഹിനിയെ കൊന്നവനവൻ. ഭയപ്പെടില്ല ഞാൻ. മരണത്തെ കാവൽപ്പട്ടിയാക്കി ഒരു വെളിപ്പാട് അകലെ നിർത്തും. മന്ത്രതന്ത്രങ്ങളിലൂടെ ഞാൻ അമരത്വം നേടും. ദേവി മഹാമായേ, നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ. ഏലപ്പുല ഏലോ 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 നാഗത്താന്മാരെ നൂറും പാലുമേക നാഗപണം നീട്ടിട്ടമൃതുണ്ട് നല്ലൊരമൃതുണ്ട് നാഗത്താന്മാരെ നൂറും പാലുമേക നാഗപണം നീട്ടിട്ടമൃതുണ്ട് നല്ലൊരമൃതുണ്ട് ഊഴിയിൽ വാഴണ
മന്ത്രാക്ഷരം ചൊല്ലാ മഞ്ഞളാട് ഊഴിയിൽ വാഴണ വാസുകി പൈതലേ മന്ത്രാക്ഷരം ചൊല്ലാ മഞ്ഞളാട് നാഗത്താന്മാരെ നൂറും പാലുമേക അകപണം നീട്ടിയിട്ടമൃത